നമുക്കിന്ന് കോളിഫ്ലവർ ഒന്ന് ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വരെ കടലമാവ് എടുക്കുന്നുണ്ട്. ഇതിന് പകരം മൈദ എടുത്താലും മതിയാവും. ഇനി ഇതിലേക്ക് 1 സ്പൂൺ കാശ്മീരി ചില്ലിയും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലവർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഇനി 1 സ്പൂൺ നാരങ്ങാനീര് കൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കോളിഫ്ലവറാണ് കട്ട് ചെയ്തിട്ട് കൊടുക്കേണ്ടത്. ഈ കോളിഫ്ലവർ നമ്മൾ ചൂടുവെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം പോയതിന് ശേഷം മാവിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് പുരട്ടിയെടുക്കുക. ഇനി ഓയിൽ വെച്ച് ചൂടാക്കി ഇതിലേക്ക് ഓരോന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ നല്ല കളറൊക്കെ ആയി നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. ബാക്കിയുള്ളതും ഇതുപോലെ നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇത്രയുള്ള വീഡിയോ. താങ്ക്